ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച എന്നൊരു വാർത്ത വരുന്നു. 2 കോടിയുടെ കവർച്ച നടന്നതായി വിവരം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. 2 കോടി രൂപയുടെ മോഷണമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 2 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണ്ണാഭരണമാണ് മോഷണം പോയിരിക്കുന്നത്. ഗൗരി ലക്ഷ്മി ഭായ് ഇപ്പോൾ പരാതി നൽകി. മോഷണം പോയത് രത്നക്കല്ലുകളടക്കമാണ്. പത്മനാഭസ്വാമിയുടെ ചിത്രം കുത്തിയ ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളും മോഷണം പോയവയിലുണ്ട്. മോഷണം നടന്നത് കഴിഞ്ഞ വർഷം അവസാനമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്വർണം സൂക്ഷിച്ചിരുന്നത് ഇരുമ്പ് അലമാരയിലായിരുന്നു. 4 മാസം പോലീസ് രഹസ്യമായി അന്വേഷിച്ചിട്ടും ഇവയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മോഷണം നടന്നത് 4 മാസങ്ങൾക്ക് മുൻപാണ് കവടിയാർ കൊട്ടാരത്തിൽ. അത് രഹസ്യമായി പോലീസ് അന്വേഷിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതി ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട്. ഗൗരി ലക്ഷ്മി ഭായ് രത്നക്കല്ലുകളടക്കമാണ് മോഷണം പോയിരിക്കുന്നത്. 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയി എന്നുള്ള വിവരം വരുന്നു. ഹരി, എന്താണ് ഞെട്ടിക്കുന്ന വിവരമാണ്. 4 മാസങ്ങൾക്ക് മുമ്പാണ് ഈ കവർച്ച നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് രഹസ്യമായിട്ട് അന്വേഷിക്കുകയായിരുന്നു. ഒരു തുമ്പും കിട്ടിയില്ലേ? ഒരു CCTV ദൃശ്യത്തിലും പതിഞ്ഞില്ലേ? ഒരു വലിയ സംഘമാണോ ഇതിന് പിന്നിലുള്ളത്? പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ്? അരുൺ, നവംബർ മാസത്തിലാണ് ഈ സംഭവം ഇപ്പോഴത്തെ ഒരു നിഗമനം. കാരണം കഴിഞ്ഞ 4 മാസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി കയ്യിൽ വെച്ചുകൊണ്ട് അതിന്റെ അന്വേഷണം നടക്കുകയായിരുന്നു. പേരൂർക്കട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്കായിരുന്നു ഗൗരി ലക്ഷ്മി ഭായ് പരാതി നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് ഈ വിവരം അറിയിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ അന്വേഷണം നടത്തി ഒരു കാര്യം ഉറപ്പിച്ചത് 2 കോടി രൂപയിലധികം വില വരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതിൽ സ്വർണം മാത്രമല്ല, രത്നമുണ്ട്, രത്നക്കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങളുണ്ട്, പത്മനാഭസ്വാമിയുടെ ചിത്രം കൊത്തിയ ആഭരണങ്ങളുണ്ട്, വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആഭരണങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ മൂല്യമേറിയ സ്വർണ്ണ ആഭരണങ്ങളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ 2 കോടിയിലധികം രൂപ വില വരുന്ന ആഭരണങ്ങളാണ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. 2025 നവംബർ മാസം ഈ ഗൗരി ലക്ഷ്മി ഭായ് ഒരു ബാംഗ്ലൂർ യാത്ര നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് അലമാര, അതിലായിരുന്നു ഈ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ആ ഇരുമ്പ് അലമാര തുറന്ന് ഇത് പരിശോധിക്കുകയുണ്ടായി. പരിശോധിച്ചപ്പോൾ ഈ ആഭരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആഭരണം അതിനകത്ത് താൻ സൂക്ഷിച്ചു വെച്ച ആഭരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് പരാതിക്കൊന്നും നിൽക്കാതെ ആ യാത്രയ്ക്ക് ഗൗരി ലക്ഷ്മി ഭായ് പോവുകയായിരുന്നു. അതിനുശേഷം ആ യാത്ര ആഴ്ചകൾ കഴിഞ്ഞ് ആ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചെത്തിയ സമയത്താണ് നോക്കി. ആ സമയത്തെക്കുറിച്ച് ഗൗരി ലക്ഷ്മി ഭായ് പറയുന്നത്, പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അത് അവിടെ വൃത്തിയാക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ആയി അവിടെയുള്ള ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതെടുത്ത് മാറ്റിവെച്ചതാകാമെന്നാണ് താൻ ആദ്യം വിചാരിച്ചത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകാതിരുന്നതെന്ന് പറയുന്നു. പക്ഷേ ആ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷവും ആഭരണം അവിടെ തിരിച്ച് കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൊട്ടാരം മുഴുവൻ പരിശോധിച്ചിട്ടും ആ ആഭരണം കാണാത്തത് കൊണ്ടും സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുകയായിരുന്നു. ആ പരാതി ലോക്കൽ പോലീസിന് കൈമാറുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അതിൽ ഈ കഴിഞ്ഞ 4 മാസക്കാലം അത്രയും നടത്തുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, ജോലിക്കാരടക്കമുള്ള ആളുകളെ എല്ലാം തന്നെ ചോദ്യം ചെയ്തു. ഇതിനോടകം നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുകളിൽ ഒന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്നല്ല, അതായത് ജോലിക്കാരോ അല്ലെങ്കിൽ അവരാരെങ്കിലും തന്നെ ഈ ആഭരണങ്ങൾ എടുത്തതായോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്തതായോ ഉള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് പുറത്തു നിന്നുള്ള ആരെങ്കിലും ഈ സ്വർണം കൊള്ളയടിച്ചതാവാം എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിൽ ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും ഇത്ര നാൾ അന്വേഷിച്ചിട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. CCTV കവടിയാർ കൊട്ടാരത്തിലാണെങ്കിൽ കയറുമ്പോൾ മുതൽ കൊട്ടാരത്തിന്റെ പരിസര പ്രദേശങ്ങളിലും കൊട്ടാരത്തിനകത്തും ഒക്കെ തന്നെ CCTVകൾ ഉണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഇത് പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം തന്നെ അവരെ പിടികൂടാൻ കഴിഞ്ഞേനെ. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഇതുവരെ പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. കൊട്ടാരത്തിനകത്തുള്ള ആരും തന്നെ ഇത് എടുത്തിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 കോടിയിൽ നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായി മൂല്യം നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശ കണക്ക്, അതായത് ഈ സ്വർണം ആഭരണങ്ങളുടെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങൾ കൂടി പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. അതിന് മാർക്കറ്റിൽ വലിയ വിലയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വില കൂടി കണക്കിലാക്കിയാൽ 2 കോടിക്ക് പുറത്തു പോകുമെന്നുള്ളതാണ്. ഇത്രയും വിലപിടിപ്പുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടും ആ സമയത്ത് ഗൗരി ലക്ഷ്മി ഭായ് പരാതിപ്പെട്ടില്ല. ഒരുപക്ഷെ അത് മറ്റാരെങ്കിലും എവിടേക്കെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പരാതി നൽകുന്നത്. ഈ സമയം മുഴുവൻ പോലീസ് രഹസ്യമായി അന്വേഷിച്ചു എന്നതാണ് ഇപ്പോൾ ഹരി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ സമയത്ത് അവിടുത്തെ കൊട്ടാരത്തിലെ ജീവനക്കാരെ ആണെങ്കിലും ഒക്കെ പരിശോധിച്ചിട്ടുണ്ടാവും. ഈ കൊട്ടാരത്തിൽ CCTV സർവൈലൻസ് ഒക്കെ ഉള്ളതല്ലേ?
ഒരു CCTV സർവൈലൻസ് മാത്രമല്ല, ഞാൻ ആ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഒരു സെക്യൂരിറ്റി ഏജൻസി 24 മണിക്കൂറും വിജിലന്റ് ആണ്. അവിടെ 1-2 സെക്യൂരിറ്റികൾ മാത്രമല്ല, കയറുന്ന പ്രവേശന കവാടത്തിലുണ്ട്, അതിനുശേഷം കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിലുണ്ട്, ആ കൊട്ടാരത്തിന് തൊട്ട് മുന്നിൽ ആ വാതിൽക്കൽ അടക്കം ഈ സെക്യൂരിറ്റി ഏജൻസിയുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാർ ഉണ്ട്. അപ്പോൾ ആ ഏജൻസിയുടെ വളരെ വിദഗ്ധരായിട്ടുള്ള സെക്യൂരിറ്റിക്കാർ തന്നെയാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കടുത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കൊട്ടാരത്തിലാണ് ഇങ്ങനെ, അതും ഇരുമ്പ് അലമാരയ്ക്കുള്ളിൽ കാലങ്ങളോളം സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ആരാണ് അങ്ങനെ അകത്തേക്ക് കടന്നെടുക്കാൻ പാകത്തിനുള്ളത്, അല്ലെങ്കിൽ ഏത് സംഘമാണ് അങ്ങനെ അകത്തേക്ക് കയറാൻ തക്ക രീതിയിൽ ഉള്ള സൗകര്യം അവിടെ ലഭിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒട്ടേറെ ചോദ്യചിഹ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇത്ര ദിവസവും കൊട്ടാരത്തിനകത്തും തന്നെ ഉള്ള പരിശോധനകൾ, മറ്റ് ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ നടക്കുകയായിരുന്നു. അതില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് ആ വാർത്ത പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്.